ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുരേഷ്. പ്രധാന വാർത്തകൾ. കോവിഡ് പോസിറ്റീവ് ആയവർക്കും ക്വാറന്റൈനിലുള്ളവർക്കും തപാൽ വോട്ട് അപേക്ഷകൾ ഇന്നു മുതൽ വീടുകളിലെത്തിക്കും. ആദ്യഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി 8 ദിവസം മാത്രം. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ സജീവം. പരസ്യപ്രചാരണം തുടങ്ങി. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദത്തെ തുടർന്ന് കേരളത്തിലും ജാഗ്രതാ നിർദ്ദേശം. മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ ഉന്നതതല യോഗം. പാലാരിവട്ടം പാലം അഴിമതിക്കേസിൽ മുൻമന്ത്രി വി.കെ. ഇബ്രാഹിം കുഞ്ഞിനെ വിജിലൻസ് ചോദ്യം ചെയ്യുന്നു. കേരള മംഗള എക്സ്പ്രസ് ട്രെയിനുകളുടെ പുതുക്കിയ സമയക്രമം ഇന്നു മുതൽ നിലവിൽ വരും. സംസ്ഥാനത്ത് ഇന്നലെ 5861 പേർ കോവിഡ് മുക്തി നേടി. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 94%. വാർത്തകൾ വിശദമായി. കോവിഡ് പോസിറ്റീവ് ആയവർക്കും ക്വാറന്റൈനിൽ കഴിയുന്നവർക്കും തപാൽ വോട്ടിനുള്ള അപേക്ഷകൾ ഇന്നു മുതൽ വീടുകളിലെത്തി വിതരണം ചെയ്യും. തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഡെപ്യൂട്ടി കലക്ടർ ജോൺ സാമുവൽ ആകാശവാണിയോട്. ഓഫീസറെയും സ്പെഷ്യൽ പോളിംഗ് അസിസ്റ്റന്റിനെ നിയമിച്ച് അവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അവര് അവരുടെ ആ സർട്ടിഫൈഡ് ലിസ്റ്റ് ഉൾപ്പെട്ടവർക്ക് ബൂത്തിൽ പോയി വോട്ട് ചെയ്യാൻ അനുവാദമില്ല. അവരുടെ വീടുകളിലേക്ക് നമ്മൾ പോസ്റ്റൽ ബാലറ്റ് കൊടുക്കും. അവർക്ക് വേണമെങ്കിൽ അവിടെ വെച്ച് തന്നെ വോട്ട് ചെയ്ത് തിരികെ സ്പെഷ്യൽ പോളിംഗ് ഓഫീസറിനെ ഏൽപ്പിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ROH റിട്ടേണിംഗ് ഓഫീസർക്ക് തിരിച്ചയച്ചു കൊടുക്കും. പോളിംഗ് ഓഫീസർക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രൊട്ടക്റ്റീവ് ഗിയേഴ്സ് അവർ കൊടുത്തിട്ടുണ്ട്. 4 പേരടങ്ങുന്നതാണ് ടീം. അതിനകത്ത് സ്പെഷ്യൽ പോളിംഗ് ഓഫീസർ, സ്പെഷ്യൽ പോളിംഗ് അസിസ്റ്റന്റ്, ഒരു പോലീസ് പേഴ്സണൽ, ഒരു ഡ്രൈവർ, ഇത്രയും പേരാണ് അവരുടെ ടീമിലുള്ളത്. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടപടികൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു. പോളിംഗ് ബൂത്തുകളുടെയും മറ്റ് സാമഗ്രികളുടെയും വിതരണത്തിനുള്ള നടപടികളാവുകയാണ്. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം വിവിധ കേന്ദ്രങ്ങളിൽ നടക്കുന്നു. ക്രമസമാധാന പാലനത്തിലുള്ള സംവിധാനവും തയ്യാറാകുന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ആരോഗ്യവകുപ്പിന്റെയും റവന്യൂ വകുപ്പിന്റെയും പ്രത്യേക സംഘങ്ങളും പ്രവർത്തിക്കുന്നു. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ സ്ഥാനാർത്ഥികൾ ഗൃഹസന്ദർശനവും പരസ്യപ്രചാരണവും സജീവമാക്കി. ഡിസംബർ 8-നാണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ്. രണ്ടാം ഘട്ടം 10-നും മൂന്നാം ഘട്ടം 14-നും നടക്കും. വോട്ടെണ്ണൽ 16-ന് നടക്കും. സ്ഥാനാർത്ഥികളുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ നിയമപരമാണോ എന്ന് പരിശോധിക്കുന്നതിനും നിയമപരമല്ലാത്തവ നിർത്തിവയ്പ്പിക്കാനും അനധികൃതമായി സ്ഥാപിക്കുന്ന പരസ്യങ്ങളും ബോർഡുകളും നീക്കം ചെയ്യുന്നതിനുമായി രൂപീകരിച്ച ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡിന്റെ പ്രവർത്തനം ഊർജിതമാക്കാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. കോവിഡ് രോഗികളും പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവരും വോട്ടവകാശം വിനിയോഗിക്കുന്നതിന് സ്പെഷ്യൽ പോസ്റ്റൽ ബാലറ്റ് സംവിധാനം പ്രയോജനപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് തൃശൂർ ജില്ലാ കളക്ടർ എസ്. ഷാനവാസ് അഭ്യർത്ഥിച്ചു. സ്പെഷ്യൽ ബാലറ്റിന് അർഹതയുള്ളവർ അവരവരുടെ തദ്ദേശ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് വാർഡ്, ഡിവിഷൻ, വോട്ടർ പട്ടികയിലെ പാർട്ട് നമ്പർ, സീരിയൽ നമ്പർ എന്നിവ അറിഞ്ഞുവയ്ക്കണം. തെരഞ്ഞെടുപ്പ് വിഭാഗത്തിൽ നിന്നും ബന്ധപ്പെടുമ്പോൾ ഈ വിവരങ്ങൾ കൃത്യമായി നൽകണമെന്നും കളക്ടർ പറഞ്ഞു. ഇടുക്കിയിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനായി പോളിംഗ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ളവരും പരിശീലന പരിപാടിയിൽ പങ്കെടുക്കേണ്ടതില്ലാത്തവരുമായ ഉദ്യോഗസ്ഥർക്ക് പോസ്റ്റൽ ബാലറ്റിനായുള്ള അപേക്ഷകൾ തങ്ങൾക്ക് വോട്ടുള്ള ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ഏൽപ്പിക്കാമെന്ന് ജില്ലാ വരണാധികാരി അറിയിച്ചു. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിലേക്കുള്ള 3 അപേക്ഷകളും ഒന്നിച്ച് പിൻ ചെയ്ത് നൽകണം. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാർ ഓരോ ദിവസവും ലഭിക്കുന്ന അപേക്ഷകൾ അന്ന് തന്നെ ബ്ലോക്ക് ഭരണാധികാരിയുടെ ഓഫീസിൽ ഏൽപ്പിക്കേണ്ടതുണ്ട്. തൃശൂർ ജില്ലയിൽ പെരുമാറ്റച്ചട്ട നിയമം ലംഘിച്ച് അനധികൃതമായി സ്ഥാപിച്ച 1071 പ്രചരണ സാമഗ്രികൾ ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡ് നീക്കം ചെയ്തു. വിവിധ താലൂക്കുകളിൽ പൊതു സ്വകാര്യ ഇടങ്ങളിൽ സ്ഥാപിച്ച കൊടിതോരണങ്ങളും ഫ്ളക്സ്, ബാനർ, ബോർഡ് എന്നിവയുമാണ് അതത് താലൂക്ക് ഉദ്യോഗസ്ഥർ നീക്കിയത്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം 2 ദിവസത്തിനുള്ളിൽ തമിഴ്നാട് തീരം തൊടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ചുഴലിക്കാറ്റിന്റെ സ്വാധീനം കേരളത്തിലും ഉണ്ടാകാൻ സാധ്യതയെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേരളത്തിൽ ചുഴലിക്കാറ്റുണ്ടാകാൻ നേരിയ സാധ്യതയുണ്ടെന്നും അറിയിപ്പിലുണ്ട്. ഈ സാഹചര്യത്തിൽ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി യോഗം ചേരുന്നു. നാളെ മുതൽ കേരള തീരത്ത് കടൽ പ്രക്ഷുബ്ധമായേക്കും. ഇന്ന് അർദ്ധരാത്രിക്ക് ശേഷം കടലിൽ പോകരുത്. മീൻപിടുത്തത്തിന് പോയവർ ഏറ്റവും അടുത്ത സുരക്ഷിത തീരത്ത് എത്തണം. മറ്റന്നാൾ ഇടുക്കിയിൽ റെഡ് അലർട്ടും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തെക്കൻ ജില്ലകളിൽ ശക്തമായ ജാഗ്രതാ നിർദ്ദേശമാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. കനത്ത മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാനും നഗരങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട്. തെക്കൻ കേരളത്തിലെ മലയോര മേഖലയിലുള്ളവരും ജാഗ്രത പാലിക്കണം. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാലാരിവട്ടം മേൽപ്പാലം അഴിമതിക്കേസിൽ റിമാൻഡിൽ കഴിയുന്ന മുൻ പൊതുമരാമത്ത് മന്ത്രി വി.കെ. ഇബ്രാഹിം കുഞ്ഞിനെ വിജിലൻസ് ചോദ്യം ചെയ്യുന്നു. ഡിവൈഎസ്പി വി. ശ്യാംകുമാറിന്റെ നേതൃത്വത്തിൽ 2 ഇൻസ്പെക്ടർമാർ അടങ്ങുന്ന സംഘമാണ് ആശുപത്രിയിലെത്തി ഇബ്രാഹിം കുഞ്ഞിനെ ചോദ്യം ചെയ്യുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിനാൽ നിബന്ധനകളുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക.
പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075ലും ദിശയുടെ 1056ലും ബന്ധപ്പെടാം. കേരള മംഗള രാജധാനി എക്സ്പ്രസ് ട്രെയിനുകളുടെ സമയക്രമം മാറുന്നു. ന്യൂഡൽഹി തിരുവനന്തപുരം കേരള എക്സ്പ്രസിന്റെയും നിസാമുദ്ദീൻ എറണാകുളം മംഗള എക്സ്പ്രസിന്റെയും പുതുക്കിയ സമയക്രമം ഇന്നു മുതൽ നിലവിൽ വരും. രാജധാനി എക്സ്പ്രസിന്റെ സമയക്രമം ഡിസംബർ 21 മുതൽ മാറുമെന്നാണ് പുതിയ അറിയിപ്പിലുള്ളത്. കേരളത്തിൽ ഇന്നലെ 5861 പേർ കോവിഡ് മുക്തി നേടി. ഇന്നലെ 5643 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 64589 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. 27 പേർ കൂടി ഇന്നലെ കോവിഡ് ബാധിച്ച് മരിച്ചതോടെ ആകെ കോവിഡ് മരണങ്ങൾ 2243 ആയി. ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്ന കോവിഡ് നിർദ്ദേശങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്തും തീർത്ഥാടന ഉത്സവകാലത്തും കർശനമായി പാലിക്കണമെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അനീഷ് ടി.എസ്. ആകാശവാണി വാർത്തകളോട്. നമ്മൾ സവിശേഷമായിട്ടുള്ള ശ്രദ്ധ അതിനകത്ത് കാണിക്കണം. ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കോവിഡ് പകരുന്ന യാതൊരു സാഹചര്യങ്ങളും ഉണ്ടാകാതിരിക്കാൻ പൊതുജനങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. ഒന്നാമതായിട്ട് ആളുകൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കണം. വീട്ടിൽ പ്രായാധിക്യമുള്ള ആളുകൾ, രോഗികളൊക്കെ ഉണ്ടെങ്കിൽ പുറത്തുനിന്ന് വരുന്നവരുമായിട്ട് നേരിട്ട് സമ്പർക്കം ഒഴിവാക്കുക. അവരോട് വോട്ട് അഭ്യർത്ഥിക്കാനുള്ളത് കുടുംബാംഗങ്ങൾ വഴിയായിട്ട് അഭ്യർത്ഥിച്ചാൽ മതിയാവും. അതോടൊപ്പം സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്ന ദിവസം വളരെയധികം ശ്രദ്ധിക്കണം. ആ സമയത്ത് ആൾക്കൂട്ടത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാൻ പരമാവധി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വോട്ടിംഗുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരും അവരുടെ ട്രെയിനിങ് ആണെങ്കിലും പോളിംഗ് സാമഗ്രികൾ സ്വീകരിക്കുന്നതാണെങ്കിലും തിരിച്ചു കൊടുക്കുന്നതാണെങ്കിലും ആ സമയങ്ങളിലെല്ലാം വലിയ ആൾക്കൂട്ടം ഉണ്ടാകുന്നത് ഒഴിവാക്കുകയും പരമാവധി ശാരീരിക അകലം പാലിക്കുകയും മാസ്ക് വളരെ കൃത്യമായിട്ട് ധരിക്കുകയും വേണം. ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടും മറ്റ് ആഘോഷങ്ങളൊക്കെ വരുന്നുണ്ട്. ക്രിസ്മസ് വരുന്നുണ്ട്. ശബരിമലയിൽ ഇപ്പോൾ തന്നെ തീർത്ഥാടനം നടക്കുകയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കോവിഡ് കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ എല്ലാ ആളുകളും ശ്രദ്ധിക്കണമെന്നാണ് പ്രധാനമായിട്ടും അഭ്യർത്ഥിക്കുന്നത്. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 93.81%. കഴിഞ്ഞ 24 മണിക്കൂറിൽ 45,333 പേർ രോഗമുക്തി നേടി. ആരോഗ്യ മന്ത്രാലയത്തിന്റെ അറിയിപ്പ് പ്രകാരം ആകെ 88,47,000 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. നിലവിൽ 4,46,952 പേരാണ് ചികിത്സയിലുള്ളത്. ബാർക്കോഴ കേസിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കെതിരായ വിജിലൻസ് അന്വേഷണത്തിന് അനുമതി നൽകണോ എന്ന കാര്യത്തിൽ സ്പീക്കർ ഇന്ന് തീരുമാനമെടുക്കും. അന്വേഷണ അനുമതി ആവശ്യപ്പെട്ട് ആഭ്യന്തര വകുപ്പ് സ്പീക്കർക്ക് കത്ത് നൽകിയിരുന്നു. സോളാർ വിഷയത്തിൽ ഇനിയും സത്യങ്ങൾ വെളിപ്പെടാനുണ്ടെന്ന് മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഉമ്മൻചാണ്ടി. സമയമാകുമ്പോൾ അതും പുറത്തുവരുമെന്ന് അദ്ദേഹം പറഞ്ഞു. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നും ഭയക്കേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കൊച്ചി പാലാരിവട്ടത്ത് കെഎസ്ആർടിസി ബസ് മരത്തിലിടിച്ച് ഡ്രൈവർ മരിച്ചു. തിരുവനന്തപുരം സ്വദേശി അരുൺ സുകുമാറാണ് മരിച്ചത്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വൈറ്റില പാലാരിവട്ടം ബൈപ്പാസിൽ ചക്കരപ്പറമ്പിൽ ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി 2 വ്യത്യസ്ത സംഭവങ്ങളിൽ അനധികൃതമായി കടത്താൻ ശ്രമിച്ച 2311.30 ഗ്രാം സ്വർണം എയർ കസ്റ്റംസ് ഇന്റലിജൻസ് വിഭാഗം പിടികൂടി. ഇതിന് വിപണിയിൽ 1,15 ലക്ഷം രൂപ വില വരും. കഴിഞ്ഞ ദിവസം വൈകുന്നേരം ദുബായിൽ നിന്നും കോഴിക്കോടെത്തിയ സ്പൈസ് ജെറ്റ് വിമാനത്തിലെ മലപ്പുറം സ്വദേശിയായ യാത്രക്കാരിൽ നിന്നാണ് 1568.2 ഗ്രാം സ്വർണം പിടികൂടിയത്. ഇതേ വിമാനത്തിന്റെ ശുചിമുറിയിൽ നിന്ന് 1262.20 ഗ്രാം സ്വർണ്ണ മിശ്രിതവും പിടികൂടി. ഇന്ന് കേരളവർമ്മ പഴശ്ശിരാജാവിന്റെ 217ാമത് വീരാഹുതി ദിനം. കോവിഡ് പശ്ചാത്തലത്തിൽ അനുസ്മരണ പരിപാടികൾ പൂർണ്ണമായും ഒഴിവാക്കി. മാനന്തവാടി പഴശ്ശി കുടീരത്തിലും പുൽപ്പള്ളി മാവിലാന്തോട് പഴശ്ശി സ്മാരകത്തിലും പുഷ്പാർച്ചന നടന്നു. ഡിസംബർ 11 മുതൽ അതിരപ്പള്ളി വിനോദകേന്ദ്രം പൂർണ്ണമായും സന്ദർശകർക്ക് തുറന്നുകൊടുക്കുമെന്ന് അധികൃതർ അറിയിച്ചു. 9 മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ സഞ്ചാരികൾക്ക് വ്യൂ പോയിന്റിൽ നിന്നും വെള്ളച്ചാട്ടം കാണാനും വനംവകുപ്പ് പ്രവേശനാനുമതി നൽകി. സ്വർണ്ണവിലയിൽ ഇടിവ് തുടരുന്നു. ഇന്ന് പവന് 240 രൂപ കുറഞ്ഞ് 35,760 രൂപയിലെത്തി. ഗ്രാമിന് 4,470 രൂപയുമായി. തുടർച്ചയായ ദിവസങ്ങളിൽ സ്വർണ്ണവില ഇടിയുന്ന പ്രവണതയാണ് ഉള്ളത്. ISL ഫുട്ബോളിൽ ഇന്ന് ഗോവ നോർത്ത് ഈസ്റ്റ് പോരാട്ടം. വൈകിട്ട് 7:30-നാണ് മത്സരം. ഇന്നലെ നടന്ന ചെന്നൈ കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരം ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞു. ആദ്യ മത്സരത്തിൽ ജാംഷഡ്പൂരും ഒഡീഷയും 2-2 സമനിലയിൽ പിരിഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോവിഡ് പോസിറ്റീവ് ആയവർക്കും ക്വാറന്റൈനിലുള്ളവർക്കും തപാൽ വോട്ട് അപേക്ഷകൾ ഇന്നു മുതൽ വീടുകളിലെത്തിക്കും. ആദ്യഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി 8 ദിവസം മാത്രം. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ സജീവം. പരസ്യപ്രചാരണം തുടങ്ങി. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദത്തെ തുടർന്ന് കേരളത്തിലും ജാഗ്രതാ നിർദ്ദേശം. മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ ഉന്നതതല യോഗം. പാലാരിവട്ടം പാലം അഴിമതിക്കേസിൽ മുൻമന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിനെ വിജിലൻസ് ചോദ്യം ചെയ്യുന്നു. കേരള മംഗള എക്സ്പ്രസ് ട്രെയിനുകളുടെ പുതുക്കിയ സമയക്രമം ഇന്നു മുതൽ നിലവിൽ വരും. സംസ്ഥാനത്ത് ഇന്നലെ 5861 പേർ കോവിഡ് മുക്തി നേടി. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 94%. വാർത്തകൾ കഴിഞ്ഞു.
ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIR_News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.